ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കർക്കിടക വാവാണല്ലോ. അപ്പം തലേദിവസം ഒരിക്കലൊക്കെ നിന്ന് നമ്മൾ വെള്ളം കൂടി വെക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇടുന്നത്. സന്ധ്യ ആയപ്പോഴേക്കും അമ്മയും തുമ്പച്ചനും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുമരകത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബലിയിടാൻ പോകേണ്ടത് കാരണം എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. എൻ്റെ അനിയത്തി ഇവിടെ പ്രസവിച്ച് കിടക്കുക. അപ്പോൾ അവളുടെയും വാവയുടെ എടുക്കയിൽ ആരും ഇല്ലാത്ത കാരണം ഞാനും തുമ്പിച്ചനും കൂടെ രാത്രിയിൽ ഇങ്ങോട്ട് പോകുന്നു. രാത്രിയല്ല, വൈകുന്നേരം ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് ശേഷം വെള്ളം കൂടി വയ്ക്കും. പക്ഷേ സനീഷേട്ടനൊക്കെ വീട്ടിലൊക്കെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് കേട്ടോ വെള്ളം കൂടി വയ്ക്കുന്നത്. അപ്പോൾ അതേ വിളക്കൊക്കെ എടുത്തുകൊണ്ട് അവിടെ വെച്ച് അച്ചാച്ചനും അമ്മയും കൂടെയാണൊക്കെ ഒരുക്കുന്നത്. വിളക്കത്ത് വയ്ക്കാനായിട്ടുള്ള നമ്മുടെ അവല്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി ഇതെല്ലാം വിളക്കത്ത് വെക്കാനുള്ള, പിന്നെ പഴം, ഞാണിപ്പൂവമ്പഴമാണ് കേട്ടോ, അതും ഒക്കെ വെച്ച് വിളക്കത്ത് വെക്കുവാണ്. പിന്നെ വല്യച്ഛൻ നമ്മുടെ പിതൃക്കന്മാർ വന്ന് ഈ ഒരു ആണ്ടിലൊരിക്കലും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങൾ സങ്കല്പിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ വല്യച്ഛൻ വരുമ്പോഴേക്കും വല്യച്ഛന് പല്ല് തേക്കാനായിട്ട് ഉമ്മക്കരി, പിന്നെ നാക്ക് പഠിക്കാൻ ഏർക്കിളി, ബീഡി, തീപ്പെട്ടി, പിന്നെ ഒരു ഗ്ലാസ് കള്ള്, പിന്നെ കരിക്ക്, ഇതൊക്കെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. പിന്നെ കൈ കഴുകാനും കുടിക്കാനും ഒക്കെ ആയിട്ട് വെള്ളം. അപ്പം അതേ കുഞ്ഞാപ്പുറി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞങ്ങൾ മാറി ഒരു മൂലയ്ക്ക് നിന്ന് ഇതൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ അവൾ വന്ന് കുഞ്ഞിനായിട്ട് അകത്തേക്ക് പോയി. അതിനുശേഷം ഇത് വെള്ള അടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മാറി നിൽക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ പമ്മി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഇങ്ങനെ പാവം അമ്മൊക്കെ നിൽക്കുവാണോ? അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മാറി റൂമിലൊക്കെ കയറി എല്ലാവരും മാറിയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്ന് കർപ്പൂരം ഒക്കെ കത്തിച്ച് ആരതി ഒഴിയുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം അവർ വന്ന് കഴിച്ചിട്ട് പോയി എന്നുള്ളൊരു രീതിയാണ്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് തൃപ്തിയായി പോയി എന്നുള്ളൊരിതിൽ ഒക്കെ കഴിഞ്ഞിട്ട് ചാച്ചനാണ്ട് ആരതി കർപ്പൂരമൊക്കെ കത്തിച്ച് ആരതിയൊക്കെ ഒഴിയാണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും അത് വന്ന് തൊട്ടൊക്കെ തൊഴുതു. തുമ്പിച്ചന് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അമ്പലത്തിൽ ചെന്നാലും അവൾ തരാന്നിത് നമുക്ക് ഈ കർപ്പൂരം ഒഴിയുന്നതിൻ്റെത് എപ്പോഴും തൊട്ട് തൊഴുതുകൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞാപ്പുറ ചെറുക്കനും വന്നത് ആരതിയൊക്കെ ഒഴിഞ്ഞ് അങ്ങ് മാറി. പിന്നെ ഒക്കെ വലിക്കുവാണ് കേട്ടോ, ഒക്കെ ഒന്ന് അനക്കുവാണ്. ഇലയൊക്കെ ഒന്ന് വലിച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെ ഒന്ന് അനക്കും ചെറുതായിട്ട്. അപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് പോയതിൻ്റെ ഒരു ഇതിൽ ഒന്ന് അനക്കി കൊടുക്കുന്നതാണ്. പിന്നെ വിളക്കൊക്കെ എടുത്തൊക്കെ വെച്ച് വിളക്കെല്ലാം കെടുത്തി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഈ പ്രസാദമൊക്കെ അരിഞ്ഞ് നമ്മൾ കൂട്ടിയൊക്കെ വയ്ക്കും. അപ്പോൾ തുമ്പിച്ചനാണെങ്കിൽ അതുവഴിയെല്ലാം കിഴങ്ങറാച്ചൻ വന്നില്ല, എനിക്ക് ചക്ക വറുത്തത് കൊണ്ട് തന്നില്ലെന്നുമുള്ള പരാതിയൊക്കെ പറഞ്ഞ് പാവം നടക്കുക കേട്ടോ അതുവഴിയൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇതേ കരിക്കും വെള്ളമൊക്കെ അച്ചാച്ചന് കൊണ്ട് അതൊക്കെ ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി ഞങ്ങൾക്കൊക്കെ കൊണ്ട് തന്ന് അതൊക്കെ ഞങ്ങൾ കുടിച്ച്. പിന്നെ ഈ പ്രസാദം എല്ലാം ഇനി നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അച്ചാച്ചൻ അതൊക്കെ അരിയാനായിട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും തുമ്പിച്ചന് പിന്നെ പഴം വേണമെന്ന് പറഞ്ഞ് അവൾ ചെന്നപ്പോഴേക്കും അവൾക്കൊരു പഴം എടുത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അത് വേഗന്നതൊക്കെ അരിഞ്ഞ് പ്രസാദമൊക്കെ കൂട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ കഴിച്ചു. ഞാനും കഴിച്ചു. ഇനിയിപ്പോൾ രാവിലെ പോയി അച്ഛനും അമ്മയും കൂടെ പോയി ഇവിടെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ബലിയിടും. അതോടുകൂടി നമ്മുടെ കർക്കിടകാവിൻ്റെ ഒക്കെ കഴിയും. ഉച്ചയ്ക്ക് ആഹാരവും നമ്മൾ കാക്കയ്ക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.